What's up guys? Welcome to our channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേ പ്രോട്ടീൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഏതിലും നല്ലൊരു പ്രോട്ടീൻ, ഏതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല റിസൾട്ടൊക്കെ തരുന്ന ഏതൊരു പ്രോട്ടീൻ പരിചയപ്പെടുത്തണം, ജെന്യൂൻ ആയിട്ടുള്ള പ്രോട്ടീൻ പരിചയപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടനെ തന്നെ ഒരു വേ പ്രോട്ടീനെ പറ്റിയുള്ള റിവ്യൂ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡിനറി ആയിട്ടുള്ള ആളുകളെ അല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഓർഡിനറി ആയിട്ടുള്ള ആളുകളല്ല. നിങ്ങൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട്. കാരണം നിങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകളെ പോലെ ജോലിക്ക് പോകുന്നത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്നു. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്കൗട്ടും കൂടെ ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ വർക്കൗട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ടും കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കലോറിയുടെയും എക്സ്ട്രാ ന്യൂട്രീഷൻ, എക്സ്ട്രാ പ്രോട്ടീൻ്റെ എല്ലാം ആവശ്യമുണ്ട്. നമുക്ക് മസിൽ ബിൽഡിങ്ങിനെല്ലാം ഇഷ്ടംപോലെ പ്രോട്ടീൻ്റെ എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ അതൊന്നും ഒരു കാരണവശാലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സപ്ലിമെൻറ്റ്സിൻ്റെ സഹായം തേടുന്നത്. 90% നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് 10% സപ്ലിമെൻറ്റ്സിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ബോഡി ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നല്ലൊരു പ്രോട്ടീൻ പൗഡറിനെ പറ്റി കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇത് മൊത്തം കഴിയുമ്പോഴത്തേനും, വീഡിയോ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് വാങ്ങണോ വേണ്ടയോ, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇത് വാങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു കമ്പനീനെ പറ്റി, നാക്പ്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി ആദ്യം തന്നെ സംസാരിക്കാം. നാക്പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നാക്പ്രോ ന്യൂട്രീഷൻ എ ഡിവിഷൻ ഓഫ് NDPL എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ NDPL എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നക്കോഡ ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, നക്കോഡ ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു പാർട്ട് തന്നെയാണ് ഈ പറയുന്ന നാക്പ്രോ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ നക്കോഡ ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1940 നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അത്രയും പഴക്കമുള്ള ഒരു കമ്പനിയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറി പ്രോഡക്ട്സ്, ഇവർക്ക് ഈ പറയുന്ന വേ പ്രോട്ടീൻ മാത്രമല്ല, ഇവർക്ക് മറ്റ് ഡയറി പ്രോഡക്ട്സും ഉണ്ട്. ചീസ്, അതുപോലെ തന്നെ നമ്മുടെ നെയ്യ്, ഇങ്ങനത്തെ പല ഡയറി പ്രോഡക്ട്സും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു സംഭവം കൂടെയാണ് നമ്മുടെ ഈ പറയുന്ന നാക്പ്രോ ന്യൂട്രീഷൻ്റെ വക ആയിട്ടുള്ള ഈ പറയുന്ന വേ പ്രോട്ടീൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1940 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ട് നമുക്ക് ധൈര്യ സമയത്ത് വാങ്ങി കഴിക്കാവുന്നതാണ്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു ഓൾറെഡി അവർ അടച്ചുകൂട്ടി പോയതിന് അത്രയും വർഷം പഴക്കമുണ്ട്, പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല 1940 എസ്റ്റാബ്ലിഷ് ആയെങ്കിലും ഇവർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഇവർ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2005. അപ്പോൾ ഏതായാലും ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണെന്ന് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണെന്നുള്ള കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും മാനുഫാക്ചർ ബൈ നാക്പ്രോ ന്യൂട്രീഷൻ എന്നാണ് ഇതിൻ്റെ പിറകിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവർ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തേക്കുന്നത്, എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു കവറിൻ്റെ അകത്ത് എവിടെയും ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു പോരായ്മയാണ്. പക്ഷേ എന്തായാലും അത് വലിയൊരു പോരായ്മയല്ല, കാരണം വെച്ചാൽ ഓതൻസിറ്റിയൊക്കെ എല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതാണ് നമുക്ക് ഈ ബ്രാൻഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രാൻഡിൻ്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട. നാക്പ്രോ എന്ന് പറയുന്ന കേട്ടിട്ട് ഇതേതാണ് പുതിയ ബ്രാൻഡാണോ, ഇപ്പോൾ പഴയ ഒരു ബ്രാൻഡ് അല്ല, ഇത് പുതിയ ഏതെങ്കിലും കമ്പനി പുതിയതായിട്ട് തുടങ്ങിയ സംഭവമാണെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല ബ്രാൻഡാണ് നാക്പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് നമുക്ക് ബ്രാൻഡിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിലോട്ട് കിടക്കാം. അപ്പോൾ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിലോട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനെ പറ്റിയാണ്. അപ്പോൾ പ്രോട്ടീനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഗോൾഡിൻ്റെ ചെയ്തപ്പോഴും ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് സ്കൂപ്പും കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു സ്കൂപ്പല്ല. സാധാരണ നമ്മൾ വേ പ്രോട്ടീൻ്റെ അകത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ഗ്രാമിൻ്റെ സ്കൂപ്പാണെങ്കിൽ ഇതിനകത്ത് 33 ഗ്രാമിൻ്റെ സ്കൂപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 33 ഗ്രാം നമ്മൾ എടുക്കുമ്പോൾ 23 ഗ്രാമാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. അതായത് ഏകദേശം നമ്മൾ 100 ഗ്രാമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 70 ഗ്രാം കിട്ടും. 70% മാത്രമാണ് ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും ഇവരുടെ തന്നെ നാക്പ്രോയുടെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നാക്പ്രോയുടെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഒരു പ്രോഡക്റ്റ് ഇവർക്കുണ്ട്. ആ പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ ഈ ഒരു പെർഫോം എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. പെർഫോമിന് ഞാൻ നേരത്തെ തന്നെ ഒരു സംഭവം എടുത്തിട്ടുള്ളതാണ്. ഇത് ഫ്ലേവർ ഉള്ളതാണ്, മാംഗോ ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ ഇല്ലാത്തതായിരുന്നു. ഫ്ലേവർ ഇല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടിയാണ് കഴിച്ചെങ്കിലും നമുക്ക് അത്യാവശ്യം റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പ്രോട്ടീൻ വീണ്ടും എടുക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഫ്ലേവർ ഉള്ളതാണ്, മാംഗോ ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡും നല്ലതാണ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 80% അങ്ങാണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് വേ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് ഇച്ചിരി വില കൂടുതലാണ്. ഈ സംഭവം എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 രൂപയ്ക്കാണ് ഞാനിത് ആമസോണിൻ്റെ അകത്ത് പർച്ചേസ് ചെയ്തത്. 1015 രൂപയ്ക്കൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. 1015 രൂപ എപ്പോഴും തന്നെ നമുക്കൊരു ഓഫറിൽ നമുക്ക് ലൈറ്റിനിങ് ഡീലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ലൈറ്റിനിങ് ഡീലിൽ 1015 മാത്രം വരുമ്പോൾ മാത്രം മേടിക്കുന്നതായിരിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മേളിൽ ഒരു 1050 രൂപ ഒക്കെ ഒന്നായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. നമ്മൾ വെറുതെ അത്രയും പൈസയാണെങ്കിലും നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1015 എന്നുള്ള ഒരു ഡീല് നമുക്ക് എപ്പോഴും തന്നെ വരുന്നതാണ് ആമസോണിനകത്ത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് മേടിച്ചാൽ മതി.
അപ്പോൾ ഏതായാലും ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓതൻറ്റിസിറ്റി ഗ്യാരണ്ടി ചെയ്യാനുള്ളതാണെങ്കിലും അതിനുള്ള സെറ്റപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓതൻറ്റിസിറ്റി ഗ്യാരണ്ടീഡാണ് സംഭവം. ഇവിടെ നമുക്കൊരു സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്പറിലോട്ട് നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇത് പക്കയാണ്, ജെന്യൂൻ ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഇതിനകത്ത് കൊടുത്തേക്കുന്ന സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33 ആണെങ്കിലും നമുക്ക് 30 സെർവിങ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 33 × 30 ചെയ്യുമ്പോൾ നമുക്ക് 990 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിനകത്ത് 1 കിലോ എന്ന് വെച്ചാൽ നമുക്ക് 30 സെർവിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഒരു പോരായ്മയാണ്, അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ നേരെ കൊടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഗ്രാമാണ്. അതായത് നമ്മൾ 33 ഗ്രാം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 5 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കട്ടിംഗ് ആണ് നോക്കുന്നത്, നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്തുള്ളൊരു കീറ്റോ ഡയറ്റ് ഒക്കെയാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പ്രോട്ടീൻ വാങ്ങരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 5 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒറ്റ സ്കോപ്പിനകത്ത് തന്നെ വരുന്നുണ്ട്. 100 ഗ്രാം എടുത്ത് കഴിയുമ്പോൾ അപ്പോൾ എത്ര സ്കൂപ്പാണ് വരുന്നുള്ളത് നിങ്ങൾ നോക്കുക. 16 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് കട്ടിങ് ആണെങ്കിൽ എടുക്കരുത്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ജിം ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗെയിനിങ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗെയിനിങ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രോട്ടീൻ എടുത്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ല, എൻ്റെ കയ്യിൽ വേ പ്രോട്ടീൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 രൂപയ്ക്ക് നമുക്ക് ഇത്ര ഒരു പ്രോട്ടീൻ കിട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇത്ര ഫ്ലേവറുള്ള ഒരു സംഭവം നമുക്ക് ഒരു കാരണവശാലും 1000 രൂപയ്ക്ക് കിട്ടത്തില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആണെങ്കിലും ബിഗ് മസിലിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് 1200, 1250 രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അപ്പം അത്രയും പൈസയാണെങ്കിലും നമുക്ക് സേവ് ചെയ്യാമല്ലോ എന്ന് ഓർത്താണ് മേടിച്ചത്. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇത്ര ഒരു 15 ഗ്രാം കാർബോഹൈഡ്രേറ്റ് 100 ഗ്രാമിൻ്റെ അകത്ത് എടുക്കുമ്പോൾ വരുന്നത് എനിക്കൊരു പ്രശ്നമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിനിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഗെയിനിങ് ആണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും മേടിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഏതായാലും അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പറയാനുള്ള സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനെ പറ്റിയും കാർബോഹൈഡ്രേറ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് എല്ലാ സംഭവങ്ങളും ഞാനിവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻസ് എല്ലാം ആഡ് ചെയ്ത് കാണിച്ചു തരാം. എല്ലാ സംഭവങ്ങളും നമുക്ക് അതായത് അമിനോ ആസിഡ്സ്, എസെൻഷ്യൽ അമിനോ ആസിഡ്, കണ്ടീഷണൽ എസെൻഷ്യൽ അമിനോ ആസിഡ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്, അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇവർ ഇറക്കിയിരുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇവർ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് BCAA പറ്റി നോക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ BCAA നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ്. നമ്മുടെ മസിൽ റിക്കവറിക്കൊക്കെ ആണെങ്കിലും BCAA പറ്റി നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്തേക്കാം, നിങ്ങൾ പോയി നോക്കുക. അപ്പം BCAA ഇതിനകത്ത് വന്നേക്കുന്ന ഒരു സ്കൂപ്പിനകത്ത് 5 ഗ്രാം വരുന്നുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ ഓർഡിനറി വേ പ്രോട്ടീൻ്റെ അകത്തും 5 ഗ്രാമോളം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ അകത്തും 5 ഗ്രാമോളം വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ലൂസിൻ ഐസൊലേഷൻ വല്ല അതാണ് BCAA എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതെല്ലാം 5 ഗ്രാം വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള അമിനോ ആസിഡിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ലാത്ത അമിനോ ആസിഡാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. നമുക്കത് സപ്ലിമെൻറ്റ്സിൻ്റെ അകത്ത് നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് അത്രയും അത്യാവശ്യമായിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞത്. സപ്ലിമെൻറ്റ്സിൻ്റെ അകത്തുനിന്നൊക്കെ നമുക്കത്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡിൽ നിന്നൊക്കെയാണ് നമുക്കത് കിട്ടത്തുള്ളൂ. BCAA എന്ന് പറയുന്ന സംഭവം നമുക്കൊരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പം അതാണ് നമുക്ക് പറയാനുള്ള ന്യൂട്രീഷണൽ ഇൻഫർമേഷൻസിനെ പറ്റി. ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലാബ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഇത് ആമസോണിൽ ഇട്ടിരുന്ന ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു യൂട്യൂബറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത വേറൊരു റിപ്പോർട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ 2 റിപ്പോർട്ടും ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഏകദേശം ആ റിപ്പോർട്ടിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ കൊടുത്തേക്കുന്ന ബാക്കിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു വേറെ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു യൂട്യൂബർ ചെക്ക് ചെയ്തപ്പോൾ ആണെങ്കിൽ പോലും ഏകദേശം 23 ഗ്രാമോളം ഡ്രൈ ബേസിസിൽ പ്രോട്ടീൻ വരുന്നുണ്ടെന്ന് ആ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. 22 പോയിൻറ്റ് സംതിങ് എങ്ങാണ്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും 23 ഗ്രാമോളം തന്നെ വരുന്നുണ്ടെന്ന് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിത് ബാക്കിൽ എഴുതിയേക്കുന്നതെല്ലാം കറക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് വിശ്വസിച്ച് തന്നെ വാങ്ങിക്കഴിക്കാം. പിന്നെ ഒരു പറയാനുള്ള കാര്യമുണ്ട്, ഇൻഗ്രീഡിയൻസിൻ്റെ അകത്ത് നമുക്ക് സുക്രലോസ്, ഇതിൻ്റെ അകത്ത് ആഡഡ് ഷുഗർ ഇല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ആഡഡ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ സുക്രലോസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സുക്രലോസ് എന്ന് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറാണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ ആണല്ലോ എന്ന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഷുഗറിനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കലോറി ഫ്രീ ആണ്. ഇതിന് കലോറി വളരെ കുറവാണെന്നല്ല, കലോറി ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പ്രോഡക്ട്സിലും ഈ സുക്രലോസ് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വേ പ്രോട്ടീൻ മാത്രമല്ല പല പ്രോഡക്ട്സിലും ഉപയോഗിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ, ഡയബറ്റീസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുക്രലോസ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ടേസ്റ്റ് ചെയ്ത് ഒന്ന് നോക്കിയായിരുന്നു. നല്ല മധുരമുണ്ട്. നമ്മൾ സാധാരണ ഷുഗർ ഇട്ട് കഴിക്കുന്നതൊക്കെയല്ല, അതിനും ഒരു വേറെ ലെവലിന് മധുരമാണ് എനിക്ക് കിട്ടിയത്. നല്ല മാംഗോയുടെ ഒരു ഫ്ലേവറും അതുപോലെ നല്ല മധുരം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിനെ നിങ്ങളെ ഞാനൊന്ന് ഇത് ചെക്ക് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇന്നലെ തന്നെ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാംഗോ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിനെ പൊട്ടിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നല്ലൊരു ഫ്രൂട്ടി ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. മാംഗോയുടെ ആ ഒരു പക്ക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സുക്രലോസ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കാം നല്ല അത്യാവശ്യം നല്ല മധുരവും ഇതിൻ്റെ അതോടെ കിട്ടുന്നുണ്ട്. അപ്പം സുക്രലോസ് ഉള്ളത് നല്ലതാണ്, നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാം. അതുപോലെ ഈ പറയുന്ന കലോറി ഫ്രീ ആണ് സംഭവം. അതുപോലെ തന്നെ നമുക്ക് ക്യാവിറ്റീസ് ഒന്നും ഉണ്ടാകുമെന്ന് പേടിക്കേണ്ട. മാത്രമല്ല നമ്മുടെ ഇൻസുലിൻ്റെ ലെവലിലും ഇത് ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഈ സുക്രലോസ് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ഷുഗർ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേനും. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വേ പ്രോട്ടീനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ മിക്സബിലിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഓക്കെ, അപ്പോൾ ഇവർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള സംഭവം ബിഗിനേഴ്സിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ബാഗിൽ എഴുതിയിട്ടുമുണ്ട്. 180 to 200 ml വാട്ടറിൻ്റെ അകത്ത് ഒരു സ്കൂപ്പ് ആഡ് ചെയ്യാനാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു അത്രയും വാട്ടർ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് പൊടി ഏകദേശം ആ ഒരു മാംഗോയുടെ ആ ഒരു കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു മഞ്ഞ കളറിലാണ് സംഭവം പൊടി ഇരിക്കുന്നത്. ഒരു സ്കൂപ്പ് എടുക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഉള്ള റിവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാക്പ്രോയുടെ റിവ്യൂവിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്മെല്ലാണ്, കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല റിവ്യൂവും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു പോരായ്മ എല്ലാം മാറിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നമുക്ക് ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ സംഭവം നല്ലൊരു മഞ്ഞ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും എനിക്ക് ഈ സ്മെല്ല് വരുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ രസ്നയുടെ ആ ടാങ്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് എനിക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്ലേവർ ആയിരിക്കും ചിലപ്പോൾ ഇവർ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സംഭവം കൊള്ളാം. ഏതായാലും ഞാൻ ഇത്രയും നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ, ചോക്ലേറ്റിൻ്റെ പല ഫ്ലേവറുകളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മാംഗോയുടെ ഫ്ലേവറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്, ഈ പെർഫോമ വേ, ഈ കോൺസെൻട്രേറ്റ് നാക്പ്രോയുടെ ഈ ഒരു പെർഫോം വേ എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് പല ഫ്ലേവറിൽ കിട്ടുന്നുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേട്ടോ. ചോക്ലേറ്റ്, വാനില എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്ലേവർ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഷേക്കിനകത്ത് സ്പ്രിങ് പോലും ഇല്ല. അപ്പം നമുക്ക് ഇതിനകത്ത് ഇത്രയും ഞാനൊരു ചെറിയ എഫേർട്ട് എടുത്താണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാനെന്തോരം എഫേർട്ട് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ കണ്ടാണ്. ഞാൻ ചെറുതായിട്ട് വളരെ പതുക്കെയാണ് ഞാൻ ഷേക്ക് ചെയ്തത്. പക്ഷേ സംഭവം പക്കായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ചെറിയ തരി പോലും ഇല്ല, കിടിലുമായിട്ട് സംഭവം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നും നോക്കാനില്ല. സംഭവം പൊളി, സംഭവം പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ മിക്സബിലിറ്റി നമുക്ക് ഓക്കെയാണ്. പിന്നെ മധുരം, ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ നല്ല പെർഫെക്റ്റ് മധുരമാണ്. നമുക്ക് കറക്റ്റ് മാംഗോ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്ലേവറും എല്ലാം പക്കയാണ്. മധുരം നമുക്ക് സുക്രലോസ് ഉള്ളതുകൊണ്ട് നല്ലപോലെ കിട്ടുന്നുണ്ട്. നമുക്ക് ഷുഗറിനേക്കഴിഞ്ഞും കൂടുതലൊരു മധുരം കിട്ടുന്നുണ്ട്. അത് വെള്ളത്തിലാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ടേസ്റ്റോട് കൂടി തന്നെ കുടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ കട്ടിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് മേടിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമുക്ക് പാലില്ലെങ്കിൽ പോലും നമുക്കിത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ അതാണ് നമുക്ക് മിക്സബിലിറ്റിനെ പറ്റി പറയാനുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ കൺക്ലൂഷനിലോട്ട് കിടക്കാം. നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്ന് പറയാം. അപ്പം ഡിസഡ്വാൻറ്റേജിനെ പറ്റി തന്നെ ആദ്യം പറയാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് വരുന്ന 5 ഗ്രാമൊക്കെ ഒരു സ്കൂപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടിങ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കഴിക്കരുത്. അപ്പോൾ കട്ടിങ് ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കീറ്റോ ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തേക്കുന്നത് എന്നുള്ള സംഭവം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നമുക്ക് കുറച്ചൊരു സീനാണ്. നമുക്ക് പിന്നെ അങ്ങനെ നോക്കുന്നവർക്ക് സോഴ്സ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ നോക്കുന്നവർക്ക് ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്കൊരു അതൊരു പ്രോബ്ലമായിട്ട് തോന്നി. അപ്പോൾ ഈ ഒരു 2 പ്രോബ്ലംസാണ് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റി പറയാം. അഡ്വാൻറ്റേജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടതാണ്, ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ മിക്സ് ആകുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജും. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടത്, ഇത് ജെന്യൂൻ ആണെന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓതൻറ്റിക്കേറ്റഡ് ആണോ അതുപോലെ തന്നെ ജെന്യൂൻ ആണോ എന്നുള്ള കാര്യം സംഭവം നമുക്ക്
ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു പ്രോട്ടീൻ്റെ തന്നെ അത്രയും തന്നെ 33 ഗ്രാം എടുത്ത് കഴിയുമ്പോൾ 23 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. നമുക്ക് ഏകദേശം 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ വേ പ്രോട്ടീനാണ്, നമുക്ക് നല്ല ഫ്ലേവറുള്ള ഒരു വേ പ്രോട്ടീനാണ് കിട്ടുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് മാത്രമല്ല ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നക്കോറ ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് ആ ഒരു ബ്രാൻഡ് എന്നാണ് വരുന്നത്. അതായത് ഒരു പഴയ ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്ര അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസ് വരുന്നുണ്ട്, ആ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങണ്ട, അല്ലാത്തവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഞാൻ ഏതായാലും ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല നമ്മൾ ഒരുപാടധികം വേ പ്രോട്ടീൻ്റെ എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോട്ടീൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേ പ്രോട്ടീനുകൾ മാത്രമേ നമ്മൾ ആദ്യമേ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത് പോകുന്നുള്ളൂ. കുറേ ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പ്രോട്ടീൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പല പ്രോട്ടീൻ്റെ ബ്രാൻഡുകളുടെയും പേരും പറയുന്നുണ്ട്. പക്ഷേ അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്യാറ്. നമുക്ക് ആദ്യം ഇങ്ങനെ ചീപ്പായിട്ടുള്ള നമുക്ക് കുറച്ച് പ്രോട്ടീൻ, നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള, നമുക്ക് അത്യാവശ്യം റിസൾട്ട് തരുന്ന ജെന്യൂൻ ആയിട്ടുള്ള പ്രോട്ടീനുകളെ പറ്റി റിവ്യൂ ചെയ്തിട്ട് പിന്നെ അതിലോട്ടൊക്കെ പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അടിക്കണം. അപ്പോൾ മറ്റൊരു കിടലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.